ലൈഫ് ഡസിൻറ്റ് വെയിറ്റ് ഫോർ എനി വൺ. ജീവിതം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഓപ്പർച്യൂണിറ്റീസും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുപോലെ തന്നെ സമയവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ മാറണം. നമ്മളാണ് സമയം ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറയും സം ഡേ, എന്നെങ്കിലും. നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാകും, എന്തെങ്കിലും കാര്യങ്ങളെല്ലാം മാറും, കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ, ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നാളെ. ഇന്ന് എന്ത് മൈൻഡ് സെറ്റാണോ അത് തന്നെയായിരിക്കും നാളെയും. ഇന്ന് എന്തുമാത്രം വർക്ക് ഇടാൻ മനസ്സുണ്ടോ, ഇന്ന് എന്തുമാത്രം ലേസിനെസ്സിനെ ഫൈറ്റ് ചെയ്യാൻ മനസ്സുണ്ടോ, അതുപോലെ തന്നെയായിരിക്കും നാളെയും. കാരണം സം ഡേ എന്ന് പറയുന്നതും നാളെ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നുളകളാണ്. ദേ ആർ ദ ബിഗ്ഗസ്റ്റ് എക്സ്ക്യൂസസ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ ബെറ്റർ ആവാനായിട്ട് ട്രൈ ചെയ്യേണ്ടത്. വി ഹാവ് ടു സ്റ്റാർട്ട് ബിക്കമിങ് ബെറ്റർ ടുഡേ. വി ഹാവ് ടു സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ. വി ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ടുഡേ. വി ഹാവ് ടു സ്റ്റാർട്ട് ബിക്കമിങ് ടുഡേ. കാരണം സിറ്റുവേഷൻസ് ഒരിക്കലും ബെറ്റർ ആവില്ല. ലോകം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ബെറ്റർ ആവില്ല. ഓപ്പർച്യൂണിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഒത്തുവരില്ല. ദ ഓൺലി സ്കോപ്പ് ഈസ്, ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓൺലി ചേഞ്ചസ്, നമുക്കതിനെല്ലാം ഫേസ് ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് റിസൾട്ട്സ് വേണം, പക്ഷേ നമ്മൾ വർക്കിടുന്നില്ല. നമ്മൾ എഴുന്നേൽക്കേണ്ട സമയത്ത് നമ്മൾ അലാറം സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നു. നമ്മൾ വർക്കിടേണ്ട സമയത്ത് നമ്മൾ മടി പിടിച്ചിരിക്കുന്നു. എങ്ങനെ റിസൾട്ട്സ് കിട്ടും? ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മളൊന്ന് ചോദിക്കണം, നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റിസ് ആണോ, നീതിയാണോ? എനിക്കുള്ള അവസരങ്ങൾ ഏറ്റവും നന്നായി ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? എനിക്കുള്ള കഴിവുകൾ ഏറ്റവും നന്നായി ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണോ എൻ്റെ ബെസ്റ്റ്? ഞാൻ കൊടുക്കുന്നത് എൻ്റെ 100% ആണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? എന്താണ് ഞാൻ മാറ്റേണ്ടത്? എവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം? നമ്മളൊരു കാര്യം അറിയണം, നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ സ്വപ്നം കാണുന്നതോ ഒന്നുമല്ല ജീവിതം. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടി എഫേർട്ട് ഇടുന്നോ, നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ഇടുന്നോ, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ദ ഫസ്റ്റ് തിങ് യു നീഡ് ഈസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്ന് ചെയ്യുന്നതാണ്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ. ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയുന്നതാണ് ഡിസിപ്ലിൻ. ചെറിയ ചെറിയ സുഖങ്ങളോട് നോ പറയുന്നതാണ് ഡിസിപ്ലിൻ. വലിയ സ്വപ്നത്തിന് വേണ്ടി, ലോങ് ടൈം ഗോൾസിന് വേണ്ടി ജീവിക്കുന്നതാണ്, വർക്കിടുന്നതാണ് ഡിസിപ്ലിൻ. ഇതിനു വേണ്ടി നമ്മുടെ തന്നെ കംഫർട്ട് സോണിന് പുറത്തേക്ക് നമ്മളെ തന്നെ നമ്മൾ പുഷ് ചെയ്യണം. കഷ്ടപ്പാടുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കണം. ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കണം, നത്തിങ് ഓഫ് വാല്യൂ ഈസ് ഫ്രീ. വിലയുള്ളതൊന്നും വെറുതെ കിട്ടില്ല. എവറിത്തിങ് ഹാസ് എ പ്രൈസ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു വിലയുണ്ട്. ഒരേ ഒരു ചോദ്യമാണ് ബാക്കിയുള്ളത്, അതിനുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? സോ സ്റ്റോപ്പ് വെയിറ്റിംഗ്, സ്റ്റോപ്പ് യുവർ ഫാൻറ്റസീസ് കാണുന്നത് നിർത്തിയിട്ട് സ്റ്റാർട്ട് ഡൂയിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ടുഡേ. ഇൻസ്പയറിംഗ്.